ഏതായിരുന്നാലും തൽഖീൻ ചൊല്ലാൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ളതാണ് സംശയം, ചോദ്യം. ബഹുമാനപ്പെട്ട ഹനഫി മദ്ഹബിലെ ഇമാമിയങ്ങൾ വളരെ വ്യക്തമായി കിതാബുകളിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് മഹത്തായ ഹനഫി ഫിഖ്ഹിന്റെ അൽ ഫിഖ്ഹുൽ ഹനഫിൽ മുയസ്സിർ എന്ന് പറയുന്ന കിതാബാണ്. അപ്പൊ ആ കിതാബിന്റെ 249 പേജിൽ ബഹുമാനപ്പെട്ടവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വതൽഖീനുൽ മയ്യിതി ബഅദ വളഇഹി ഫിൽ ഖബരി മശ്റൂഉൻ. ഒരു മയ്യിത്ത്, ആ മയ്യിത്തിനെ ഖബറിൽ വെച്ചതിന് ശേഷം തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ മശ്റൂഉൻ, ശറഅക്കപ്പെട്ടതാണ്, മതത്തിന്റെ നിയമങ്ങളിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്ത് കിട്ടി? തൽഖീൻ ചൊല്ലണം, തൽഖീൻ ചൊല്ലാം എന്ന് കിട്ടിയില്ലേ? അത് നിർബന്ധമാണോ? നിർബന്ധമല്ല, പക്ഷെ ചൊല്ലരുത് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഹനഫി മദ്ഹബിൽ തൽഖീൻ ചൊല്ലരുത് എന്ന് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. ഹനഫി മദ്ഹബില് മുഖ്തസറുൽ ഖുദൂരി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന് അൽ ജൗഹറത്തുൽ നയ്യിറ എന്ന് പറഞ്ഞ ഒരു ശറഹ് എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു അലി ഇബ്നു മുഹമ്മദ് അൽ ഹദ്ദാദി എന്ന മഹാനവറുകൾ. ഹനഫി ഫിഖ്ഹിന്റെ ഹനഫി മദ്ഹബിലെ ഒരു പ്രഗൽഭനായ പണ്ഡിതൻ, ഒരു ഇമാമാണ്. ബഹുമാനപ്പെട്ടവർ അവിടുന്ന് പറയുന്നു, അമ്മ തൽഖീനുൽ മയ്യിതി ഫിൽ ഖബരി ഫമശ്റൂഉൻ ഇൻദ അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഹ്ലി സുന്നത്തി വൽ ജമാഅ, അതാണ് ശരിയായ മാർഗം അവലംബമാക്കി ജീവിക്കുന്ന ഉലമാക്കൾ. അഹ്ലി സുന്നത്തി വൽ ജമാഅത്ത്, ബാക്കി അഹ്ലുൽ ബിദ്അത്തി വൽ ദലാലത്താണ് ബാക്കിയുള്ളത്. അഹ്ലി സുന്നത്തി വൽ ജമാഅത്ത് അല്ലാത്തതൊക്കെ ബിദ്അത്ത് ദലാലത്തിന്റെ ആളുകളാണ്, വഴിപടച്ചവരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം തൽഖീൻ ചൊല്ലല് എന്താണ്? ശറഅക്കപ്പെട്ടതാണ്, മതത്തിന്റെ നിയമത്തിൽ പെട്ടതാണ്. അപ്പൊ ഇനി അറിയേണ്ടത്, ഹനഫി മദ്ഹബിൽ തൽഖീൻ ഉണ്ട്, തൽഖീൻ ചൊല്ലണം എന്ന് കിട്ടി. അപ്പൊ ഇനി അറിയേണ്ടത്, എങ്ങനെയാണ് തൽഖീൻ ചൊല്ലേണ്ടത്? തൽഖീനിന് ഇന്ന സീഗ തന്നെ ചൊല്ലണമെന്നില്ല, ഇന്ന രൂപത്തിൽ തന്നെ ചൊല്ലണമെന്നില്ല. കിതാബിൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് വയക്ഫി, ഇങ്ങനെ ആയാലും മതി. എങ്ങനെ? യാ ഫുലാൻ ഇബ്നു ഫുലാൻ. ഖബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന്, ആ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് പറയാണ്, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന മനുഷ്യന്റെ മകനായ ഇന്ന മനുഷ്യ, ഉദ്കുർ മാ കുന്ത അലൈഹി. നീ ഭൗതിക ലോകത്ത് ജീവിച്ചിരുന്ന നിന്റെ ഏതൊരു വിശ്വാസപ്രകാരമാണോ അത് നീ ഒന്ന് ഓർക്കുക. വഖുൽ, എന്നിട്ട് നീ പറയുക, റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. ഇത് നീ പറയണം. കാരണം ഇപ്പോ നിന്റെ അരികിലേക്ക് 2 മലക്കുകൾ വരും. ബന്ധുക്കളൊന്നും പോയിട്ടില്ല, മക്കളും മരുമക്കളും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഖബറടക്കി അവിടെ നിൽക്കുകയാണ്, ഖബറിന്റെ ചാരത്ത് തന്നെ നിൽക്കുകയാണ്. കാരണം ഇവർ പിരിഞ്ഞു പോയ ഉടനെ ഖബറിൽ ചോദ്യം ചോദിക്കപ്പെടും, അല്ലേ? മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം ആകുന്ന 2 മലക്കുകളുടെ നേതൃത്വത്തിൽ ചോദ്യങ്ങളുണ്ട്. വല്ലാത്ത ദുർഘടമായ ഒരു അവസ്ഥയാണ് ഖബർ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള വീടുകളിൽ ഒന്നാമത്തെ വീട് ഖബറാണ്. ഏറ്റവും ദുർഘടമായ അവസ്ഥകൾ നടക്കുന്ന ഒരു വീടാണ് ഖബർ. അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതൊക്കെ രക്ഷപ്പെടാം. അവിടെ പിടിക്കപ്പെട്ടാൽ ബാക്കി എല്ലാ സ്ഥലത്തും കുടുങ്ങും. പൊന്നാര മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ആ ഖബറിൽ ആ മയ്യിത്തിനെ ഇറക്കി വെച്ച് ഇനി ആ ഖബറിന്റെ ഉള്ളിലേക്ക് മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം 2 മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. അവർ വരുന്നതിന് മുമ്പ്, ഈ ആളുകളൊക്കെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ്,
ആ മയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, വഖുൽ, മയ്യത്തെ നിങ്ങൾ പറയണം, റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ എന്റെ മതമായി ഞാൻ ഉൾക്കൊണ്ടു, വബി മുഹമ്മദിൻ നബിയ, അതേ പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി റസൂലായി ഞാൻ അംഗീകരിച്ചു, തൃപ്തിപ്പെട്ടു. ഇത് പറയണം എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ നബിയെ, ഫഇല്ലം യഅരിഫ് ഇസ്മുഹു, ആ ഖബറിൽ കിടക്കുന്ന ആളിന്റെ പേര് അറിയില്ലെങ്കിലോ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, യുൻസബു ഇലാ ആദമ വ ഹവ്വ, ആദമിലേക്കും ഹവ്വായിലേക്കും ചേർത്ത് പറയണം, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന ആളിന്റെ മകനായ ഇന്നാളെ എന്ന് വിളിക്കേണ്ടടുത്ത് യാ അബ്ദുല്ലാഹ് ഇബ്നു അമത്തില്ലാഹ്, അല്ലാഹുവിന്റെ അടിമേ, അല്ലാഹുവിന്റെ അടിമയുടെ മകനായ അല്ലാഹുവിന്റെ അടിമേ, അങ്ങനെ ചേർത്തായാലും പറഞ്ഞാൽ മതി, പേര് വിളിക്കണം എന്നില്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, തൽക്കീൻ ചൊല്ലുന്നതിന് ഇന്ന രൂപത്തിൽ തന്നെ ചൊല്ലണം എന്നില്ല, ഈ പറഞ്ഞ ഹദീസിൽ വന്ന രൂപത്തിൽ ചൊല്ലിയാലും മതി. വറുവിയ അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു മറ്റൊരു ഹദീസിൽ, അന്നഹു ഉമിറ ബിത്തൽഖീനി ബഅദ ദഫൻ, ഖബറടക്കിയതിന് ശേഷം തൽഖീനു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. ഫയഖൂലു, നബി തങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു, യാ ഫുലാൻ ഇബ്നു ഫുലാൻ ഉദ്കുർ ദീനകല്ലദീ കുൻത അലൈഹി മിൻ ഷഹാദതി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്നതും മനസ്സിലാക്കേണ്ടുന്നതുമായ ഒരു വിഷയമാണ്. തൽക്കീൻ ഇന്ന വാചകം തന്നെ പറയണം എന്നില്ല, പക്ഷേ നബിതങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാചകമുണ്ട്. എന്താണ്? യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന ആളിന്റെ മകനായ ഇന്നവനെ, ആ ഖബറിൽ കിടക്കുന്ന ആളിലേക്ക് മുഖത്തേക്ക് നോക്കിയിട്ട് ഖബറടക്കി മണ്ണൊക്കെ ഇട്ട് മൂടിയതിനു ശേഷം പറയുകയാണ്, ഉദ്കുർ, നീ ഓർക്ക്, ദീനക, നിന്റെ ദീൻ, നിന്റെ മതം, അല്ലദീ കുന്ത അലൈഹി, ആ ദീനിന്റെ ആ മതത്തിന്റെ മേലായിരുന്നു നീ ഇവിടെ ജീവിച്ചിരുന്നത്, മിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും തീർച്ചയായും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ആ തത്വമനുസരിച്ച്, ഇസ്ലാം ദീനനുസരിച്ചാണ് നീ ഇവിടെ ജീവിച്ചത്, അത് നീ ഒന്ന് ഓർക്ക്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, വ അന്നൽ ജന്നത ഹഖ്ഖുൻ, ഇവിടെ നീ ജീവിക്കുമ്പോ, ഈ ഭൗതിക ലോകത്ത് നീ ജീവിക്കുമ്പോ നീ പറഞ്ഞിരുന്നു എന്ത്? വ അന്നൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗം സത്യമായിരുന്നു. സ്വർഗം എന്നുള്ളതുണ്ട്, സാങ്കല്പികമല്ല, അത് യാഥാർത്ഥ്യമാണ്. വന്നാറു ഹഖ്ഖുൻ, നരകം എന്നത് സാങ്കല്പികമല്ല, അതും സത്യം തന്നെയാണ്. വ അന്നൽ ബഅസ ഹഖ്ഖുൻ, മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് ഒരു പുനർജന്മം ഇനിയുണ്ട്, അതും സത്യമാണ്. വ അന്നസ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ, തീർച്ചയായും ഖിയാമത്ത് നാള് അതേ ഉണ്ടാവുക തന്നെ ചെയ്യും, ഒരു സംശയവും ഇല്ല എന്നത് സത്യം തന്നെയാണ്. വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, അല്ലാഹു തആല ഖബറിൽ കിടക്കുന്ന, മരിച്ച് മണ്ണായി മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളെ മുഴുവനും അല്ലാഹു തആല നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിലേക്ക് പുനർജീവിപ്പിക്കുന്നതാണ്. വ അന്നക റളീത ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ വബിൽ ഖുർആനി ഇമാമാ വബിൽ കഅബതി ഖിബ്ല വബിൽ മുഅ്മിനീന ഇഖ്വാനാ. പറഞ്ഞു കൊടുക്കുകയാണ് മയ്യത്തിന്, വ അന്നക, തീർച്ചയായും നീ റളീത ബില്ലാഹി റബ്ബാ,
അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ച് ജീവിച്ചവനാണ്. വബിൽ ഇസ്ലാമി ദീന, അതെ ഇസ്ലാം മതം അത് മതമായി അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചവനാണ്. വബി മുഹമ്മദിൻ നബിയ, തീർച്ചയായും മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചവനാണ്. വബിൽ ഖുർആനി ഇമാമാ, നിന്റെ ഇമാമു ഖുർആനായിരുന്നു. ഖുർആനിനെ ഇമാമായി, അതേ മാർഗദർശിയായി പിൻപറ്റിയവനായി ജീവിച്ചവനാണു നീ. വബിൽ കഅബതി ഖിബ്ല, നിന്റെ ഖിബ്ല കഅബയായിരുന്നു. ആ കഅബയിലേക്ക് തിരിഞ്ഞാണ് നിന്റെ പ്രാർത്ഥനകൾ മുഴുവനും. വബിൽ മുഅ്മിനീന ഇഖ്വാനാ, എല്ലാ മുഅ്മിനീങ്ങളും എന്റെ സഹോദരങ്ങളാണ്. ഈ ഒരു വിശ്വാസം പേറി ജീവിച്ചവനാണ് നീ. ഈ വാചകം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിന് പറഞ്ഞു തന്ന വാചകമാണ്, തൽഖീനിന്റെ വാചകം. ഇങ്ങനെ മയ്യത്തിന് പറഞ്ഞു കൊടുക്കുന്നതിനാണ് തൽഖീൻ, ഉണർത്തൽ, ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തു മനസ്സിലായി? ഹനഫി മദ്ഹബിൽ തൽഖീൻ ഉണ്ടോ അല്ലെങ്കിൽ തൽഖീൻ ഓതാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടിയാണ് ഇത്. ഇല്ല എന്ന് നിഷേധിക്കുന്നത് ആരാണെന്നറിയോ? ബിദ്അത്തിന്റെ ആളുകളാണ്. അവരെന്ന് പറഞ്ഞാൽ, ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ, അഥവാ സുന്നത്ത് ജമാഅത്തിൻ്റെതല്ലാത്ത, സുന്നികളല്ലാത്ത ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ. എക്സാമ്പിൾ പറഞ്ഞാൽ വഹാബികൾ, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ബിദ്അത്തിന്റെ ആളുകൾ. അവരുടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൃഗത്തെ കൊണ്ടുപോകും പോലെ കൊണ്ടുപോയി കുഴിച്ചിട്ട് ദിക്റില്ല, സ്വലാത്തില്ല, ദുആയില്ല. വീട്ടിൽ വന്നാൽ ഒരു ഫാത്തിഹ പോലും ഓതി ഖുർആൻ ഓതാൻ പോലും സമ്മതിക്കൂല. ആ ആളുകൾ, അവർക്കാണ് ബിദ്അത്തിന്റെ ആളുകൾ, പുത്തനാശയക്കാർ എന്ന് പറയുന്നത്. അവരുടെ വാദമാണ് തൽഖീൻ ഓതാൻ പാടില്ല എന്ന് അവരുടെ വാദമാണ്. പക്ഷെ ഹനഫി മദ്ഹബിൽ ഒരു ഇമാമും തൽഖീൻ ഓതരുത് അല്ലെങ്കിൽ ഓതാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങൾ അവരുടെ കിതാബിലുള്ളത്, ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിലുള്ളത്, ആ കിതാബ് നോക്കിയാണ് ഞാൻ ഇപ്പോൾ ഈ വായിക്കുന്നത്. അല്ലാഹു തആല ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.